ഈ നമ്മുടെ പല പണ്ഡിതന്മാരുടെയും നമ്മുടെ നേതാക്കളുടെയും എന്നെപ്പോലുള്ള ഈ സാധാരണക്കാരുടെയും പ്രവർത്തകരുടെയും എല്ലാം ക്ലിപ്പുകൾ കട്ടുമുറിച്ച് ഉണ്ടാക്കി പേസ്റ്റാക്കി അവർ പറയാത്ത അവർ ഉദ്ദേശിക്കാത്ത അർത്ഥവും ടൈറ്റിലും കൊടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുമ്പോൾ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ മറുപടി പറയണ്ടേ നിങ്ങൾക്ക് വിസ്ഡം പ്രവർത്തകരെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തെറ്റിദ്ധരിപ്പിക്കലുകൾ ആര് നടത്തിയാലും അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ നിങ്ങളും ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് സത്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് നിങ്ങളുടെ വോയിസിലൂടെ തന്നെ നമുക്കതൊന്ന് കേൾക്കാം. നിങ്ങൾ ഇവിടെ പറഞ്ഞതിൽ നമ്മൾ എന്താണ് മുറിച്ചു മാറ്റിയത്, എന്താണ് തെറ്റിദ്ധരിപ്പിച്ചത്? നിങ്ങൾ ഉദ്ദേശിച്ചതൊന്നും പറയുന്നത് വേറൊന്നുമാണെങ്കിൽ അത് നിങ്ങളെ കൊണ്ടുപോയി നല്ല ഒരു ചികിത്സ നടത്തുക എന്നല്ലാതെ നിങ്ങൾ വിസ്ഡം പ്രവർത്തകരുടെ പേരിൽ കുതിര കയറിയത് കൊണ്ട് എന്താണ് സുഹൃത്തെ പ്രയോജനം? അതുകൊണ്ട് നിങ്ങൾ അതിന്റെ പരിപൂർണമായത് ഇട്ട് കേൾപ്പിച്ചിട്ട് നിങ്ങൾ ഇവിടെ എന്താണ് അതിൽ നിന്ന് മുറിച്ചു മാറ്റിയത്, എന്താണ് അതിൽ നിന്ന് കൂട്ടിച്ചേർത്തത് എന്ന് നിങ്ങൾ ഇവിടെ സമർത്ഥിക്കണം. അതാ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ ആരോപണങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ആദ്യം നിങ്ങളുടെ ആ വോയിസ് ഒന്ന് ഇവിടെ കേൾക്കാം. എന്താണ് നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി വിമർശിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞതെന്ന്? ഈ പൊട്ടത്തരം നിങ്ങൾക്കല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പൊട്ടന് പറയാൻ കഴിയുമെന്ന് ഞങ്ങളാരും കരുതുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ജനങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഇതാണ് ഞാൻ വിട്ടെന്ന്. അതിന്റെ കുറച്ച് മുമ്പ് വിട്ടതാണ് ആദ്യത്തെ വോയിസ്. അപ്പൊ അതിന് പകരം ഞാൻ മറുപടി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇത് വിട്ടത്. ഇതിലും അദ്ദേഹം പറയുന്നത് അതന്നെ. സൃഷ്ടി ജിന്നുകളെ സൃഷ്ടിയിലേക്ക് അയാൾ ഉൾമപ്പെടുത്തി. റാഫിയെ, ഇതെന്താ സംഭവം എന്നറിയില്ലേ? ജിന്നിനെ പിശാചുക്കളെ സൃഷ്ടിയിലേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് സൃഷ്ടി കഴിവ് എന്ന് പറഞ്ഞു. ഇതെന്തിനപ്പ അയാൾ പറയുന്നത്? നമ്മുടെ ചർച്ച ജിന്നിനോടുള്ള സഹായത്തോട്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ ജിന്നും സൃഷ്ടിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ജിന്നിനോടുള്ള സഹായത്തോട്ട് ശിർക്കാണെന്ന് തെളിയിച്ചാൽ ഇത്ര കോടി തരാന്ന്, ഇത്ര ലക്ഷം തരാന്ന്, അതല്ലേ ചർച്ച. അത് അയാൾ ജിന്ന് എന്ന് പറഞ്ഞതിന് പകരം സൃഷ്ടി എന്ന് പറഞ്ഞു. സൃഷ്ടി കഴിവ് അവര് പറയുന്ന വാദം. ഈ ജബ്ബാർ മൗലവി ഒക്കെ അതാ പറഞ്ഞത്, സൃഷ്ടി കഴിവെന്ന. ജിന്നുകളെ പെടുത്തിയിട്ട് പറഞ്ഞു സൃഷ്ടി കഴിവ്, ഇതൊക്കെ സൃഷ്ടിയാണെന്ന്. അതാണ് സംഭവം. ഇത് ഒറിജിനലാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്, കബളിപ്പിക്കുന്നത്? മുജാഹിദ് ബാലുശ്ശേരി പറയാത്തത് നിങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ചിട്ട് നിങ്ങൾ മറുപടി പറയണം. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞോ ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് തെളിയിച്ചാൽ ഇത്ര ലക്ഷം തരാം എന്ന് മുജാഹിദ് ബാലുശ്ശേരി എവിടെ പറഞ്ഞത്? പറഞ്ഞിട്ടില്ലല്ലോ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിൽ നിന്ന് സൃഷ്ടിയോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് പറയില്ല. അത് എന്തുകൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്? അള്ളാഹു സൃഷ്ടികൾക്ക് ആർക്കും ആ കഴിവ് നൽകിയിട്ടില്ല. സൃഷ്ടാവിന് മാത്രമുള്ള കഴിവാണ് പ്രാർത്ഥന കേൾക്കുക, ഉത്തരം ചെയ്യുക എന്ന കഴിവ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സാക്ഷാൽ വൈബിയായ വഴിയിലൂടെ ഉപകാരോപദ്രവം ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ മാത്രം സിഫത്താണ്, അള്ളാഹുവിന്റെ മാത്രം കഴിവാണ്. അത് സൃഷ്ടികൾക്ക് ആർക്കും അള്ളാഹു നൽകിയിട്ടില്ല, വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോ സൃഷ്ടികളിൽ ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ലാത്ത, സൃഷ്ടാവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സാക്ഷാൽ വൈബിയായ വഴിയിലൂടെയുള്ള കാര്യത്തിനു വേണ്ടിയുള്ള അപേക്ഷ, അർത്ഥന, പ്രതീക്ഷ, അത് ആരിലേക്ക് തിരിച്ചാലും അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അത് ജിന്നിനോടാണെങ്കിലും അള്ളാഹുൽ പങ്കുചേർക്കലാണ്, മനുഷ്യരോടാണെങ്കിലും അള്ളാഹുൽ പങ്കുചേർക്കലാണ്, മലക്കിനോടാണെങ്കിലും അള്ളാഹുൽ പങ്കുചേർക്കലാണ്, ഇനി മറ്റേത് സൃഷ്ടിയോടാണെങ്കിലും ശരി അത് അള്ളാഹുൽ പങ്കുചേർക്കലാണ്. അപ്പോ ശിർക്കാവുകയില്ല എന്ന്, അള്ളാഹുൽ പങ്കുചേർക്കലാവുകയില്ല എന്ന് എന്തിനെ പറ്റിയാ പറഞ്ഞത്? അത് കൃത്യമായി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളാണ് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വിരൽ കടിക്കേണ്ടി വരിക എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുന്നു.